അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അനിയുടെ ആ ഒരു വാക്ക് എല്ലാവരെയും അങ്ങ് തളർത്തി കളഞ്ഞു. ആ വലിയ ഹാളിലെ അലങ്കാര പണികൾക്കിടയിലൂടെ നടക്കുമ്പോൾ ആദർശിന്റെ മനസ്സു വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഇന്ന് അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയമാണ്. മുത്തശ്ശൻ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമാണത്. പക്ഷേ അനിയുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമാണ്, ഒരു തരം നിർവികാരത. ആദർശ് പതുക്കെ അനിയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ പതുക്കി ചാരിയ ആ ഒരു നിലയിലായിരുന്നു അത്. അകത്ത് കയറുമ്പോൾ കണ്ടത് ജനലഴകിൽ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന അനിയാണ്. അവന്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയിട്ട് ദിവസങ്ങളായതുപോലെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അനി, ആദർശ് പതുക്കെ വിളിച്ചു. അനി ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ തിളങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ആദർശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനിയുടെ ശബ്ദം നേരെയായി വിറച്ചു. ഞാൻ പല പ്രാവശ്യം നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്, അപേക്ഷിച്ചതാണ്. ഒരു മനുഷ്യനായിട്ട് എന്നെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മൃഗത്തെ കൊടുക്കുന്ന വിലയെങ്കിലും എനിക്കൊന്ന് നിങ്ങളൊന്ന് തന്നൂടെ? അത് കേട്ടപ്പോൾ ആദർശങ്ങ് ഞെട്ടിപ്പോയി. എടാ, നീ എന്താണ് ഈ പറയുന്നത്? എന്തിനപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം? അനി പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിച്ചു. പിന്നെ ഞാൻ എന്താ ആദർശേട്ടാ പറയേണ്ടത്? ഈ വിവാഹ നിശ്ചയത്തിന് എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു, മുത്തശ്ശനോട് പോലും പറഞ്ഞു. അവന്തികയെ ഒരു ഭാര്യയായിട്ട് എനിക്കൊരിക്കലും കാണാൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ ഒരിക്കലും അവളില്ല. അതെനിക്ക് അംഗീകരിച്ചു തരാനും പറ്റില്ല. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പല ആവർത്തി പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങളാരും അതൊന്നും മനസ്സിലാക്കാനോ അതനുസരിച്ച് പെരുമാറാനോ തയ്യാറാവുന്നില്ലല്ലോ. അപ്പോഴേക്കും വാതിൽക്കൽ നയനയും വന്നിരുന്നു. അനിയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. അനി, നീ ഒന്ന് സമാധാനപ്പെട്. മുത്തശ്ശിനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതല്ലേടാ. ആദർശ് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനിയിപ്പോൾ നമ്മളത് മാറ്റാൻ നിന്നാൽ അതൊരു വലിയ പ്രശ്നമാവും. അവന്തിക നിനക്ക് ചേരുന്ന പെൺകുട്ടി തന്നെയാ അനി. നമ്മുടെ കുടുംബത്തോട് സ്നേഹമുള്ളവളാ അവള്. അവള് നിന്റെ ഭാര്യയായിട്ട് വന്ന എന്താ ഇത്ര വലിയ പ്രശ്നം? ഇല്ല ആദർശേട്ടാ, അതൊരിക്കലും നടക്കില്ല. അനി തറപ്പിച്ച് പറഞ്ഞു. എനിക്ക് അവളെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അനാമികയുടെ കാര്യത്തിൽ തന്നെ നിങ്ങളെല്ലാവരും കൂടി ഇതല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി? അവൾ എൻ്റെ തലയിലങ്ങ് കൊണ്ട് കെട്ടിവെച്ചു. അവസാനം എൻ്റെ ജീവിതം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോൾ ഈ കൊടുംചതിക്ക് ഞാൻ ഏതായാലും നിന്നു തരില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും ആദർശേട്ടാ. നയന പതുക്കെ അനിയുടെ അടുത്തേക്ക് വന്നു. അനി, നീ നന്ദുവിനെ ഓർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അനിയുടെ കണ്ണുകൾ വീണ്ടും തീ പാർന്നതുപോലെ നയന കണ്ടു. അതെന്താ ഏട്ടത്തി അത് നടക്കാത്തത്? ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ഇനി നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് കൂടി നിങ്ങൾ ആ ബന്ധത്തിന് തടസ്സം നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്നാ എനിക്ക് എപ്പോഴും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. ഇങ്ങനെയൊക്കെ ആദർശേട്ടനെക്കുറിച്ചും ഏട്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ വിചാരിച്ചതേയില്ല. പക്ഷേ നിങ്ങളൊക്കെ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ജീവിതം വെച്ചാ ഇപ്പോൾ എല്ലാവരും കളിക്കുന്നത്. ഒന്നോർത്തോ, ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ല. ആദർശാകെ ധർമ്മസങ്കടത്തിലായി. എന്താ നീ പറയുന്നത്? ഇന്നല്ലേ നിന്റെ വിവാഹ നിശ്ചയം, എന്നിട്ട് ഈ രാവിലെ വന്നിട്ട് ഇതിങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ആദർശേട്ടാ? അനി ശബ്ദമുയർത്തി. പക്ഷേ നിങ്ങളാരും അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കിനി ഏതായാലും വയ്യ. എനിക്ക് പറ്റില്ല ആദർശേട്ടാ. അനി, നീ ഇങ്ങനെ അവന്തികമായിട്ട് യോജിച്ചു പോവാൻ നിനക്ക് പറ്റൂ. ആദർശ് അവനെ വീണ്ടും സമാധാനിപ്പിക്കാൻ നോക്കി. നന്ദു ഇപ്പം നിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊക്കെ പതി അങ്ങ് മാറിക്കോളും. കല്യാണം കഴിയുമ്പോൾ അവന്തികയുമായിട്ട് നീ അങ്ങ് യോജിച്ചു പോയിക്കോളും. നന്ദു എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അവന്തികയുമായിട്ട് ഒരിക്കലും എനിക്ക് യോജിച്ചു പോകാനൊന്നും പറ്റില്ല ആദർശേട്ടാ. അനി ദേഷ്യത്തോടുകൂടി മുഖം വെട്ടിച്ചു. അവളെ ഞാനൊരു ഭാര്യയായിട്ട് കാണുന്നത് എങ്ങനെയാ ആദർശേട്ടാ? നമ്മൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. എന്നിട്ടിപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതിലും ഭേദം അങ്ങ് വിഷം തന്ന് കൊല്ലുന്നതാണ്. ഇത്രയും പറഞ്ഞ് അനി ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആദർശ് നയനയും പരസ്പരം നോക്കി ഇങ്ങനെ നിസ്സഹായായി നിന്നു. നയനെ, ആദർശ് നെടുവീർപ്പെട്ടു. നമ്മൾ വിചാരിച്ചത് അവൻ്റെ മനസ്സിൽ നന്ദു ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് എന്നാ. വിവാഹ നിശ്ചയം വിവാഹമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ചിന്തകളൊക്കെ അങ്ങ് മാറുമെന്നൊക്കെ നമ്മൾ കരുതി. അവന്തികയുമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുമെന്നും. ശരിയാ ആദർശേട്ടാ, നയനെ സങ്കടത്തോടെ പറഞ്ഞു. പക്ഷേ അവൻ്റെ മനസ്സിൽ നല്ല വിങ്ങലുണ്ട്. അവന്തികയെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും അവനൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ വിവാഹ നിശ്ചയം എങ്ങനെയാ മുടക്കുക? ഇന്നത്തെ ദിവസം തന്നെ മുത്തശ്ശൻ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ച സ്ഥിതിക്ക് ഉടനെ തന്നെ നമ്മൾ ചെന്നിട്ടൊന്നും വേണ്ടേ ഇതൊക്കെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല ആദർശേട്ടാ. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണെന്ന്. ആദർശ് ഇങ്ങനെ തലയിൽ കൈവച്ചിങ്ങനെ കട്ടിലേക്കിരുന്നു. ഇതേ സമയം മുകളിലത്തെ നിലയിൽ നവ്യ തന്റെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. താഴെ നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു.
ഇത് ശരിയാവാനൊന്നും പോകുന്നില്ല. അവൾ തന്നെത്താനിങ്ങനെ പിറുപിരുത്തു. അവന്തിക അവളൊരു പെരുങ്കള്ളിയാണ്. അവളുടെ തനിനിറം ഈ വീട്ടിൽ ആർക്കും അറിയില്ല. എൻ്റെ അനിയെ വിവാഹം കഴിക്കാൻ അവൾ ഒരുങ്ങുന്നത് ഈ കുടുംബം നന്നാക്കാനല്ല, കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ അച്ഛൻ നാഗേന്ദ്രൻ്റെ കൂടെ ചേർന്ന് ഈ അനന്തപുരി തറവാട് തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ആ അവന്തികക്കുള്ളൂ. അല്ലാതെ മറ്റൊന്നിനുമല്ല അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത്. നവ്യ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. കല്യാണ പന്തലിന് ജോലികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഈ വിവാഹ നിശ്ചയം നടന്നാൽ പിന്നെ പാവം മനി അവൻ ഒരുപാടധികം വിഷമിക്കും. അവൻ്റെ ജീവിതത്തിലേക്ക് ഈ പെരുങ്കള്ളി ഒരിക്കലും വരാൻ പാടില്ല. അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഈ സത്യമെല്ലാം തന്നെ ഞാൻ ചെന്ന് എല്ലാവരോടും അങ്ങ് വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ആരും വിശ്വസിക്കില്ല. മനഃപൂർവ്വം അസൂയ കൊണ്ട ഞാൻ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കുകയാണെന്നേ എല്ലാവരും പറയത്തുള്ളൂ. എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. അതുതന്നെയല്ല, ഈ അവസാന നിമിഷം ഞാൻ പറഞ്ഞ ആരും അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവില്ല. അവൾ സമയം നോക്കി. 9 മണിയായിരിക്കുന്നു. ചടങ്ങുകളൊക്കെ തുടങ്ങാൻ ഇനി അധിക സമയമൊന്നുമില്ല. സമയം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആലോചിച്ചിരുന്നാലൊന്നും അനിയുടെ ജീവിതം എന്നേക്കുമായിട്ട് അങ്ങ് തകർന്നു പോവും. അനിയും നന്ദുവും തമ്മിൽ നല്ല ഇഷ്ടത്തിൽ തന്നെയാ. ഇത്രയൊക്കെയായിട്ടും അവരുടെ മനസ്സിലെ ഇഷ്ടം ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അനിയും നന്ദുവും തന്നെയാണ് ഒന്നിക്കേണ്ടത്. അവന്തിക എന്ന് പറയുന്ന ആ ദുഷ്ടത്തി ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അവൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. ഒരു കാര്യം ചെയ്യാം, ആദർശേട്ടനെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ അറിയിക്കാം. അവന്തികയുടെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആദർശേട്ടൻ അറിയണം. ഞാൻ നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അതാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് വേറൊരു വഴി നോക്കാം. നവ്യ വേഗം തന്നെ തൻ്റെ ഫോണെടുത്ത് കൂട്ടുകാരെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്തു. എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം അവസാന നിമിഷമെങ്കിലും മുടക്കണം. അതുകൊണ്ട് കൂട്ടുകാരുടെ ഫോണിൽ നിന്നും ആദർശിനൊരു വോയിസ് മെസ്സേജ് അയക്കാൻ തന്നെ അവൾ ചട്ടം കെട്ടി. ആ ശബ്ദം ആദർശിന് ഇതിനു മുൻപ് പല രഹസ്യ വിവരങ്ങളും തന്നെ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദർശിന് അത് വിശ്വസിക്കാതിരിക്കാനായില്ല. ഇത് നവ്യക്ക് ഉറപ്പായിരുന്നു. നയനയോട് സംസാരിക്കുമ്പോഴാണ് ആദർശിന്റെ ഫോണിലേക്ക് ഒരു പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് വരുന്നത്. അത് വോയിസ് നോട്ടായിരുന്നു. ആദർശ് ഫോണെടുത്ത് ചെവിയിലേക്ക് ഉറപ്പിച്ചു വെച്ചു. ആ ശബ്ദം കേട്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ആദർശ്, അവന്തികയെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അവൾ നല്ലവളായി നിങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുകയാണ്. അവന്തികയുടെ ഉള്ളിൽ വലിയൊരു ചതിയുണ്ട്. അവളെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാനേ പാടില്ല. അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ അനിയുമായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അനിയുമായിട്ട് അവന്തിക വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുന്നത് തന്നെ അവളുടെ അച്ഛൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ്. നാഗേന്ദ്രനും അവന്തികയും അഭിയുമൊക്കെ ഒന്നാണ്. ഒരിക്കലും അവർ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. അവന്തിക വരുന്നത് ഈ കുടുംബത്തെ ചതിക്കാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ അഭിയേക്കാളും വലിയ ചതി അവന്തികയുടെ മനസ്സിലുള്ളുണ്ട്. അച്ഛൻ പറയുന്നതനുസരിച്ച് തുള്ളിയാണ് അനിയോടൊപ്പമുള്ള വിവാഹത്തിന് തന്നെ അവൾ സമ്മതിച്ച് നിൽക്കുന്നത് തന്നെ. അനന്തപുരി തറവാട് തകർക്കുക എന്നും മുത്തശ്ശൻ്റെ മുന്നിൽ തയ്യാറെത്തി പിടിച്ചു നിൽക്കുക എന്നാണ് ആ നാഗേന്ദ്രൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. അതുകൊണ്ട് അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് മുൻപ് തന്നെ കാര്യങ്ങളൊക്കെ ആദർശം ഒന്ന് ശ്രദ്ധിക്കണം. ഈ മെസ്സേജ് തീർന്നപ്പോൾ ആദർശ് ഫോൺ അങ്ങ് താഴെ വെച്ചു. അവൻ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. എന്താ ഇപ്പം കേട്ടത്? ആദർശ് ആകെപ്പാടെ കൺഫ്യൂഷനായി. ആരെങ്കിലും മനഃപൂർവ്വം ഇത് ചെയ്യുന്നതായിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. കാരണം ഇതിനു മുൻപ് ഈ നമ്പറിൽ നിന്ന് പല വിലപ്പെട്ട മെസ്സേജുകളൊക്കെ അവന് വന്നിട്ടുണ്ട്. പല വിലപ്പെട്ട കോളുകളും വന്നു. അതൊക്കെ അനുസരിച്ച് താൻ മുന്നോട്ട് പോയപ്പോഴാണ് പല ചതികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയതും നാഗേന്ദ്രനെ കുറിച്ചും ഏഞ്ചലിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞതും. അങ്ങനെയുള്ള ഒരു നമ്പറിൽ നിന്നും തങ്ങളുടെ ഒരു ആളായിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ചതിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനിയുടെ ഈ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. ഇതിലെന്തെങ്കിലും സത്യം കാണും. എന്താ ആദർശേട്ട, എന്ത് പറ്റി? മുഖത്തൊരു വല്ലായ്മ നയന സംശയത്തോട് ചോദിച്ചു. ആദർശ് ആ വോയിസ് നോട്ട് നയനെ കേൾപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന ഞെട്ടി. നയനെ, അവന്തികയെ കൂടുതൽ ശ്രദ്ധിക്കണം. അവളുടെ ഉള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നും നാഗേന്ദ്രൻ്റെ ആളാണ് അവൾ എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മെസ്സേജിൽ പറയുന്നത്. ഇത് വെറുതെയുള്ളൊരു മെസ്സേജ് ഒന്നുമല്ല. ഇതിനു മുൻപ് പല വിവരങ്ങളും കൃത്യമായി തന്നെ നമുക്ക് തന്നിട്ടുള്ള ആളാ. ആ പഴയ നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ മെസ്സേജ് വന്നോ? ആരെങ്കിലും ചതിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും ആദർശേട്ടാ. നയനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്തിക എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണല്ലോ പെരുമാറുന്നത്. അങ്ങനെ ഈ നമ്പറിൽ നിന്നും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ചതിക്കുന്ന നമ്പറാണെന്ന് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ആദർശ് ഗൗരവത്തോടെ പറഞ്ഞു. ഇതിൽ പറയുന്നതെല്ലാം തന്നെ സത്യമായിരിക്കാനാ സാധ്യത. നയന കുറച്ചു നേരം ആലോചിച്ച് നിന്നു. ശരിയാ ആദർശേട്ടാ. അവന്തികയുടെ ഉള്ളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് അനി എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്. പല പ്രാവശ്യം അവൻ ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ നമ്മളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ. അവളും അവളുടെ അച്ഛനുമായിട്ട് ചേർന്ന് എന്തെങ്കിലും വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. അനി പറയുന്നത് അങ്ങനെ തന്നെയാണ് ആദർശേട്ടാ.
അനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല. അവൻ കമ്പനിയുടെ MD ആയിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ആ MD കസേരയെ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രമാണ് അവന്തിക ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചത്. പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അനിയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവന്തിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നയനെ, നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ആദർശ് ചോദിച്ചു. ദേ, ഈ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇങ്ങനൊരു വിവരം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ചെന്ന് ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് നേരിട്ട് മുത്തശ്ശനോട് പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? ശരിയാണ്, നയനെയും സമ്മതിച്ചു. പക്ഷേ അനിയുടെ ജീവിതം തകർന്നു പോവില്ലേ ആദർശേട്ടാ? അനാമികയെ പോലെ തന്നെ അവൻ്റെ സ്വത്തുക്കൾ കണ്ടുകൊണ്ട് മാത്രമാണ് അവന്തികയും ഈ അനിയെ വിവാഹം കഴിക്കാൻ തയ്യാറായതെങ്കിൽ പിന്നെ അതിന് നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൻ്റെ ജീവിതം അനാമിക ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ എന്തെങ്കിലുമൊക്കെ മുത്തശ്ശനോട് പറഞ്ഞ് ഈ വിവാഹ നിശ്ചയം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാൻ നോക്കണം. അതെങ്ങനെയാ പറയാം മുത്തശ്ശനോട്? ഈ വിവരം അവർ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം മുത്തശ്ശൻ വിശ്വസിക്കുമോ? അവരൊക്കെ അവളെ സ്വന്തം മോളെ പോലെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ മെസ്സേജിൻ്റെ കാര്യമൊന്നും പറയണ്ട. നയന ഒരു ബുദ്ധി ഉപയോഗിച്ചു. കാരണം അതിന് നമ്മുടെ കയ്യിൽ യാതൊരുവിധ തെളിവുമില്ല. അവന്തികയുടെ അച്ഛൻ്റെ ഒപ്പമാണെന്നും അവളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു നാടകം കളിക്കുന്നതെന്നും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയില്ലല്ലോ. അത് നമ്മൾ സാവകാശം അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ ആദർശേട്ടൻ മുത്തശ്ശനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അനിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണെന്നും അവൻ ഈ വിവാഹ നിശ്ചയത്തിന് തയ്യാറല്ലെന്നും പറയണം. അതുകൊണ്ട് വിവാഹ നിശ്ചയം കുറച്ച് ദിവസം കൂടി നീട്ടിവെക്കാൻ വേണ്ടി മുത്തശ്ശനോട് പറയണം. കാരണം അനി മാനസികമായി ഈ ചടങ്ങിന് തയ്യാറല്ല. അവൻ ഒരുപാട് വിഷമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടി അവനെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ആ അനാമികയുടെ കാര്യം കൂടെ പറയണം. അനാമികയുടെ കാര്യമോ? അതെന്തിനാ? ആദർശ് ചോദിച്ചു. അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് ശരിയാവാത്തത് കൊണ്ട് തന്നെ വേണുവും രേവതിയും ഒക്കെ പ്രശ്നമുണ്ടാക്കുകയാണെന്നും അവരിന്ന് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ആദർശേട്ടൻ പറയണം. അതാവുമ്പോൾ മുത്തശ്ശൻ ചിലപ്പോൾ സമ്മതിക്കും. ആദർശിന് അത് ശരിയാണെന്ന് തോന്നി. അത് ശരിയാ. ചിലപ്പോൾ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നിയമപരമായി തന്നെ ഡിവോഴ്സ് ആവാത്തത് കൊണ്ട് തന്നെ മറ്റൊരു മൂതിരമാറ്റം നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവർ വരാം. അതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഞാൻ ഈ കാര്യം പറഞ്ഞ് മുത്തശ്ശനൊന്ന് ബോധ്യപ്പെടുത്താൻ നോക്കണം. അതേ ആദർശേട്ടാ, തൽക്കാലം ഈ വിവാഹ നിശ്ചയം നീട്ടിവെക്കാം. അതിനുശേഷം അവന്തികയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. തെളിവ് കിട്ടിയിട്ട് മുത്തശ്ശനെ കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് നയന പറയാണ്. ഇതേ സമയം താഴെ ഹാളിലാണെങ്കിൽ അതിഥികളൊക്കെ എത്തി തുടങ്ങിയിരുന്നു. മുത്തശ്ശൻ വലിയൊരു കസേരയിലിരുന്ന് കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കാണ്. മുഖത്ത് വലിയ സന്തോഷമുണ്ട്. പണ്ടത്തെ പ്രതാപമുള്ള അനന്തപുരി തറവാടിന്റെ കാരണവർ. ആദർശ പതിയെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി. എന്താ ആദർശേ? വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടക്കുന്നില്ലേ? അനിയും അവന്തികയും ഒക്കെ റെഡിയായോ? മുത്തശ്ശ, എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഈ കാര്യം മുത്തശ്ശനോട് പറയാനേ. ആദർശ് വാക്കുകൾക്കായി പരതി. മുത്തശ്ശന്റെ മുഖത്ത് ചിരിമാഞ്ഞു. എന്താ ആദർശേ കാര്യം? മുഖവരയില്ലാത്ത കാര്യം പറ. അത് മുത്തശ്ശ, ഈ വിവാഹ നിശ്ചയം മുത്തശ്ശൻ കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിവെക്കണം. മുത്തശ്ശൻ ഞെട്ടലോടുകൂടെ പെട്ടെന്ന് എഴുന്നേറ്റു. അതെന്താ ആദർശേ അങ്ങനെ പറയാൻ? വിവാഹ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി. പുരോഹിതനും എല്ലാം എത്തി. ഇനിയിപ്പോൾ അത് നീട്ടിവെക്കണമെന്ന് നീ എന്താ ഈ പറയുന്നത്? എന്താ ആദർശേ നിന്റെ മനസ്സിലുള്ളത്? അത് പിന്നെ മുത്തശ്ശ, അവൻ മാനസികമായിട്ട് നല്ല വിഷമത്തിലാണ്. അവൻ ഈ വിവാഹ നിശ്ചയത്തിന് തീരെ തയ്യാറല്ല. ഇപ്പോഴും അല്ലാത്ത മാനസികാവസ്ഥയില അവൻ ഇവിടെ നിന്നും പോയത്. ഈ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിക്കുമോ എന്നാ എൻ്റെ പേടി. മുത്തശ്ശൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ആദ്യം മുതലേ അവൻ പറയുന്ന കാര്യമല്ലേ ഇത്? പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ ഉണ്ടായത്? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ചടങ്ങ് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. അങ്ങനെയല്ല മുത്തശ്ശ, അവൻ്റെ മനസ്സ് നമ്മൾ കാണണ്ടേ? കാരണം ഇത് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും അബദ്ധം ചെയ്യാൻ പോയാലോ? നേരത്തെ അനാമികയുടെ കാര്യത്തിലുണ്ടായ പ്രശ്നമൊക്കെ നമുക്കറിയാവുന്നതല്ലേ? അതുകൊണ്ട് തൽക്കാലം കുറച്ച് സമയം കൂടി അവന് കൊടുക്ക്. അവൻ്റെ മനസ്സിലെന്ന് പറഞ്ഞ് പാകപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാം. അവന്തികയുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവനെ പതിയെ അങ്ങ് അടുപ്പിക്കാം. അതുവരെ ഇത് നീട്ടിവെക്കാം. ഇല്ല, അതൊന്നും നടക്കില്ല, മുത്തശ്ശൻ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ മാറ്റിവെക്കുന്നത് എന്ത് വലിയ നാണക്കേടാണ്. അതൊന്നും ശരിയാവാനൊന്നും പോകുന്നില്ല. അവന്തികമോളോട് ഞാൻ എന്ത് പറയും? ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരിക്കല്ലേ? അവൾ വിവാഹ നിശ്ചയത്തിന് സർവ്വവും അണിഞ്ഞൊരുങ്ങി തയ്യാറായിരിക്കുവാണല്ലോ. ജലജയോടും അഭിയോടൊക്കെ ഞാൻ എന്താ ഇനി പറയാ? അവരൊക്കെ കാത്തിരുന്നെടുത്ത് വിവാഹ നിശ്ചയം മാറ്റിവെക്കാൻ എനിക്കൊന്നും പറ്റില്ല ആദർശേ. ആദർശ് അവസാനം തൻ്റെ അവസാനത്തെ വജ്രായുധമങ്ങ് പ്രയോഗിച്ചു. അത് മുത്തശ്ശ, അനി തയ്യാറാവാത്തത് കൊണ്ട് മാത്രമല്ല, വേറെ ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? മുത്തശ്ശൻ പുരുകം ചൊളിച്ചു. അനാമികയുടെ വീട്ടുകാരും ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈ വിവാഹ നിശ്ചയം നടത്തുന്നതിനോട് യാതൊരുവിധ താല്പര്യമില്ല.
എന്താന്ന് വെച്ചാൽ നിയമപരമായി അനാമികമായിട്ട് അനി ഡിവേഴ്സ് ആയിട്ടൊന്നുമില്ലല്ലോ. കേസ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് തെറ്റാണ്. മറ്റൊരു പെൺകുട്ടിയുടെ വിരലിൽ അനി വിവാഹമോതിരം ഇടുക, വിവാഹം ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിയമപരമായും തെറ്റാണ്. ആ വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം മതി എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വേണുവും രേവതിയും ഒക്കെ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അനാമികയും അതിനായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ അവരെത്തുകയും ചെയ്യും. ഇവിടെ വന്ന് വലിയൊരു പ്രശ്നം കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. പോലീസും കേസൊക്കെ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കുറച്ചുകൂടി നീട്ടിവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്നുകിൽ അനിയുടെ മനസ്സൊന്ന് പാകപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അനാമികയുടെ കേസിൽ നിന്നും അനി ഡിവേഴ്സ് ആവുന്നത് വരെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം മുത്തശ്ശ. മുത്തശ്ശൻ കുറച്ചു നേരം നിശബ്ദമായി നിന്നു. അവിടെ നിന്നിരുന്ന മുത്തശ്ശിയെ അദ്ദേഹം നോക്കി. മുത്തശ്ശിയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാ, മുത്തശ്ശൻ പതുക്കെ പറഞ്ഞു. ആദർശ് പറയുന്നതിലും കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ വന്ന് അനാമികയും കൂട്ടരും ഒരു പ്രശ്നമുണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. കുടുംബത്തിന് വലിയ നാണക്കേടാവും. പിന്നെ അനി അവനും മാനസികമായി തയ്യാറെടുക്കട്ടെ. അവന്തിക മോളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാലോ. അവൾ നല്ലൊരു കുട്ടിയല്ലേ, ഈ വീട്ടിലെ നല്ല കുട്ടി തന്നെയാ. അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ മുത്തശ്ശി സമ്മതിച്ചു. വിവാഹ നിശ്ചയം കുറച്ചുകൂടി നീട്ടിവെക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഹാളിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അതിഥികളും ബന്ധുക്കളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അവന്തിക ഏറ്റവും മനോഹരമായൊരു പട്ടുസാരിയൊക്കെ എടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. കൂടെ ജലജയും അഭിയും അഭിമാനത്തോടെ നിൽക്കുന്നു. തങ്ങളുടെ പ്ലാനുകളൊക്കെ കൃത്യമായി നടക്കുന്നു എന്ന സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. മുത്തശ്ശൻ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു നിർത്തി. അവിടെ ഒരു വല്ലാത്ത നിശബ്ദത പരന്നു. എല്ലാവരും കൂടിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുത്തശ്ശന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ഹാളിൽ അങ്ങ് മുഴങ്ങി. ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇതിന്റെ പേരിൽ എൻ്റെ അവന്തികമോളോട് മാപ്പ് ചോദിക്കാണ്. അവന്തികയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. എന്താ മുത്തശ്ശ, എന്തു പറ്റി? അതെ, ഇന്നത്തെ വിവാഹ നിശ്ചയം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കൂടി മാറ്റിവെക്കാണ്. ഇന്ന് ഈ സാഹചര്യത്തിൽ വിവാഹ നിശ്ചയം നടത്താനൊന്നും എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം അനി തന്നെയാണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര വിഷമമാണ്. അവൻ ഇതിന് മാനസികമായിട്ട് തയ്യാറായിട്ടില്ല എന്നൊക്കെ ഭ്രാന്തി പിടിച്ചതുപോലെയൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചടങ്ങ് നടത്തണ്ട. അവൻ്റെ മനസ്സ് ഒന്നുകൂടി പാകമായതിനു ശേഷം മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേട്ട് ജലജയുടെ നിയന്ത്രണം വിട്ടു. പിന്നെ അതെങ്ങനെ പറഞ്ഞാൽ പറ്റും? ഇത്രയൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കിയതല്ലേ. ഇനിയും അവൻ്റെ മനസ്സ് എന്ത് പാകപ്പെടുത്താനാ അച്ഛൻ എന്താ ഈ പറയുന്നത്? ഇത്രയും പേരൊക്കെ ഇങ്ങോട്ടൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുട്ടിയെ അപമാനിക്കുകയാണോ? അഭിയും ദേഷ്യത്തോടുകൂടെ മുന്നോട്ട് വന്നു. ഇതൊരു ചതിയാണ് കേട്ടോ, അവന്തികയെ പറഞ്ഞ് ആശിപ്പിച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയല്ല മുത്തശ്ശ. എന്നാ പിന്നെ മുത്തശ്ശൻ എന്തിനാ ഈ ചടങ്ങൊക്കെ ഒരുക്കി വെച്ചത്? എന്നിട്ട് ഡേറ്റ് കുറിച്ചത് എന്തിനാ? ഇതിനെല്ലാവരും ഇങ്ങനെ ഒരുങ്ങിപ്പിച്ചതൊക്കെ എന്തിനാണ്? എല്ലാവരെയും അങ്ങ് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ മുത്തശ്ശൻ ഇതൊക്കെ ചെയ്തത്? മുത്തശ്ശന്റെ കവണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. എടാ അബി, നീ അധികമൊന്നും എന്നോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നീ ആരാ എന്താന്നുള്ള വിവരമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ ഈ വീട്ടിൽ തുടരുന്നതിന് എന്തുകൊണ്ടാണെന്നുള്ള വിവരവും അറിയാം. നിന്റെ തനിനിറം എനിക്ക് നന്നായിട്ട് അറിയാടാ. പിന്നെ അവന്തിക മോളുടെ കാര്യം അത് മോൾക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല കാരണമെന്ന്. ആ അനാമിക, അവൾ വന്ന് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ആദർശ് പറഞ്ഞു. അവളുമായിട്ട് ഡിവേഴ്സ് ഒന്നും അനിയുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ ചടങ്ങിൽ വന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയെങ്കിൽ പോലീസും കേസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ നാണക്കേട്. അതുകൊണ്ട് കുറച്ചുകൂടി ഈ ചടങ്ങ് നീട്ടിവെക്കാം. ഇത് നീട്ടിവെക്കുന്നു എന്നല്ലേ ഉള്ളൂ, ചടങ്ങ് നടത്തുന്നില്ല എന്നൊന്നും, അല്ലെങ്കിൽ വിവാഹം നടത്തുന്നില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. വിവാഹം ഏതായാലും എല്ലാവരും കൂടി ചേർന്ന് ഉറപ്പിച്ചതല്ലേ. ഇനിയിപ്പോൾ അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. മുത്തശ്ശന്റെ ഉറച്ച ശബ്ദത്തിന് മുന്നിൽ ജലജയ്ക്കും അബിക്കും മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവന്തിക തലകുനിച്ചു നിന്നു. അവളുടെ ഉള്ളിലെ രോഷം ആരും കണ്ടില്ല. ഈ നാണക്കേട് അവൾക്ക് താങ്ങാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നു. ചടങ്ങ് മാറ്റിവെച്ചതോടുകൂടെ അതിഥികൾ ഓരോന്നോരോന്നായി പിരിഞ്ഞുപോയി. അന്ന് വൈകുന്നേരം ആദർശും നയനെ മുറിയിൽ ഇങ്ങനെ തനിച്ചിരുന്നു. ആദർശ് എന്തോ വലിയ ചിന്തയിലായിരുന്നു. നയനെ, ആദർശ് ഗൗരവത്തോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിയണം. എന്തുകൊണ്ടാണ് ആ നാഗേന്ദ്രൻ ഈ കുടുംബത്തോട് ഇത്രയും ശത്രുത എന്ന്? മകളെ കൂടെ കൂട്ടി അവന്തികയെ കരുവാക്കി ഇങ്ങനെ ഈ കുടുംബത്തിനെതിരായിട്ട് കളിക്കാൻ അയാൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ടാവും. മക്കളെ അയാളെ ഭാഗത്ത് നിർത്തുക, എന്നാൽ അപ്പച്ചി ജലജയെ അയാളുടെ ഭാഗത്ത് നിർത്താതിരിക്കുകയും ചെയ്യുക. അപ്പച്ചിയും അയാളും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായിരിക്കും അത്? ഇതിപ്പോൾ അവന്തികയും അവിയും അയാളുടെ കൂടെ ചേർന്ന് ഈ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയാണ്. മുത്തശ്ശനെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം അപ്പച്ചിയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തണം. നയനയും അത് ശരിവെച്ചു. അതേ ആദർശേട്ട, എന്തോ വലിയ പക അയാളുടെ മനസ്സിലുണ്ട്.
കാര്യം ഇവിടെയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് ഉത്തരം മാത്രമേ നമുക്ക് കിട്ടുമായിരിക്കുള്ളൂ. പക്ഷേ ഈ നാഗേന്ദ്രൻ ആരാണെന്നും ഇതിനുശേഷം എങ്ങോട്ടേക്കാണ് പോയതെന്നും എന്തുകൊണ്ടാണ് നാഗേന്ദ്രനെ ഈ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയതെന്നൊക്കെ നമ്മൾ അറിയണം. ഇപ്പോഴും അപ്പച്ചി അയാളോട് അധികം വെറുപ്പ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അയാൾക്ക് അപ്പച്ചിയോട് ഇത്രമാത്രം ദേഷ്യമുണ്ടാവാൻ കാരണം എന്താണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ അറിയണം. അതിനായിട്ട് ഞാനൊന്ന് അന്വേഷണത്തിന് പോവുകയാണ്. ശരി ആദർശേട്ടാ, അങ്ങനെ ചെയ്യ്. എന്തായാലും സത്യം പുറത്തു വരണം. നയന അവന് പൂർണ്ണ പിന്തുണ നൽകി. ഇതേ സമയം താഴെയാണെങ്കിൽ നവ്യ അബയെ കണ്ട് സംസാരിക്കായിരുന്നു. നവ്യയുടെ മുഖത്ത് ചെറിയൊരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. അതെ, ഈ വിവാഹ നിശ്ചയം മുടക്കിയത് ഒരു കണക്കിന് നന്നായി. നവ്യ അബയോട് പറഞ്ഞു. അനി അവൻ അത്ര ശരിയൊന്നുമല്ല. അബയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു. എന്താ അങ്ങനെ മുടങ്ങിയതിന് ഏതായാലും നന്നായി എന്നൊക്കെ പറയാനേ, അത് നടക്കേണ്ടതല്ലായിരുന്നോ? അത് ഇപ്പോഴും ആ അനിയുടെ മനസ്സിൽ ആ നന്ദുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്തിക തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും. അനാമികക്ക് വന്നതുപോലെയുള്ള അവസ്ഥ അവന്തികക്കും കൂടി വന്നു കഴിഞ്ഞാൽ എന്താവുമെന്നറിയില്ലേ നിനക്ക്? അബി പല്ലിറുമി. ഒരു കണക്കിന് അതൊക്കെ ശരിയാ. പക്ഷേ അവന്തികയുടെയും അനിയുടെയും വിവാഹം എന്തായാലും നടക്കണം. അത് ഞങ്ങളുടെ വലിയൊരു ആവശ്യം തന്നെയാണ്, അബി വാശിയോട് പറഞ്ഞു. നവ്യ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇപ്പം ഞാൻ നടത്തിത്തരാടാ. നിങ്ങളുടെ ഈ കളിയൊക്കെ ഞാൻ അങ്ങ് പൊളിച്ചെടുക്കും. ആദർശ് ഇതേ സമയം തന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു. അനന്തപുരിയിലെ പഴയ ജോലിക്കാരെയും നാഗേന്ദ്രൻ അറിയാവുന്ന ചില പഴയ ആളുകളൊക്കെ അവൻ പോയി കണ്ടു. രഹസ്യമായി നടത്തിയ ആ അന്വേഷണത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും ആദർശ് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് അനന്തപുരി തറവാട്ടിൽ നിന്നും നാഗേന്ദ്രനെ അന്ന് അടിച്ച് പുറത്താക്കിയത് എന്നതിന്റെ യഥാർത്ഥ കാരണം ആദർശ് തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് അന്ന് നാഗേന്ദ്രൻ അനന്തപുരി തറവാട്ടിലെ പ്രതാപമുള്ള മരുമകനായിരുന്നു. മുത്തശ്ശിന്റെ ഏറ്റവും വലിയ ബിസിനസ്സുകായ ഏഞ്ചലറുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരിക്കുന്നത് നാഗേന്ദ്രനായിരുന്നു. പണത്തിന്റെ ഒഴുക്കുള്ള സമയം ഒരു ദിവസം രാത്രി ജലജ നാഗേന്ദ്രനോട് തന്റെ അത്യാഗ്രഹം പറഞ്ഞു. അവളുടെ കിടപ്പുമുറിയിൽ വെച്ചായിരുന്നു ആ ഒരു സംസാരം. നമുക്ക് സ്വന്തമായിട്ട് കുറെ പണം വേണ്ടേ? ജലജ ചോദിച്ചു. നിങ്ങൾ അച്ഛന്റെ കയ്യിൽ നിന്നും രാവും പകലും കഷ്ടപ്പെട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ എല്ലാം അച്ഛന്റെ പേരിലല്ലേ? നാളെ നമുക്കും മക്കൾക്കും എന്തുകൊണ്ട് ആ ജ്വല്ലറിയിൽ നിന്നും കുറച്ച് പണമൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും വേണം. അച്ഛൻ അറിയാതെ നിങ്ങൾ അതൊക്കെ എനിക്ക് എടുത്തുകൊണ്ടുവന്ന് തരണം. നാഗേന്ദ്രൻ അന്ന് വലിയൊരു ചതിയനായിരുന്നില്ല. അയാൾ ഭയത്തോടുകൂടെ പറഞ്ഞു. അയ്യോ, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ ജലജെ? അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറുതെ വിടോ? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രൻ പിന്മാറി. പക്ഷേ ജലജ വിട്ടില്ല. അവൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഭാര്യയുടെ നിരന്തരമുള്ള ശല്യപ്പെടുത്തൽക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ നാഗേന്ദ്രൻ അതിന് സമ്മതിച്ചു. ശരിയാ, നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഫേവർ ചെയ്യാം. നിന്റെ ആഗ്രഹമല്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാഗേന്ദ്രൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ഇതിന്റെ പേരിൽ എന്നെങ്ങാനും അച്ഛൻ പിടികൂടിയാ പിന്നെ നീ എൻ്റെ കൂടെ നിന്നേക്കണം. എന്നെ നീ തള്ളി പറയരുത്. നീ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ വേണം. ജലജ ചിരിച്ചുകൊണ്ട് ഉറപ്പു നൽകി. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നേക്കാം. എന്തായാലും എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. നമുക്ക് കുറേയധികം സ്വർണ്ണാഭരണങ്ങളും കുറേയധികം പണവും നമ്മുടെ കയ്യിൽ ഇനി വരാൻ പോവുകയല്ലേ? ഭാര്യയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നാഗേന്ദ്രൻ ജ്വല്ലറിയിലെ വലിയൊരു ക്രമക്കേട് നടത്തി. കണക്കുകളിൽ തിരിമറി കാണിച്ച് കുറേയധികം പണവും സ്വർണ്ണമൊക്കെ അയാൾ അടിച്ചു മാറ്റി. എല്ലാം ജലജയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ മുത്തശ്ശൻ വളരെ ബുദ്ധിമാനായിരുന്നു. കണക്കുകളിലെ പൊരുത്തക്കേട് അദ്ദേഹം വളരെ വേഗം തന്നെ കണ്ടുപിടിച്ച് നാഗേന്ദ്രനെ കൈയോടങ്ങ് പിടികൂടിപ്പെട്ടു. അനന്തപുരി തറവാടിന്റെ നടുമുറ്റത്ത് വലിയൊരു വിചാരണ നടന്നു. മുത്തശ്ശൻ കോപം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. വിശ്വാസവഞ്ചന മുത്തശ്ശന് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇനി ഈ അനന്തപുരി തറവാട്ടിൽ നീ നിൽക്കണ്ട, ഇറങ്ങിക്കോളാം. മുത്തശ്ശൻ അലറി. എന്റെ ചോറുണ്ട് എന്നെ തന്നെ ചതിക്കാൻ നീ വളർന്നോ? ഈ കുടുംബത്തിൽ നിന്ന് നീ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോണം. നാഗേന്ദ്രൻ തല കുനിച്ചു നിന്നു. അജയ് നാഗേന്ദ്രന്റെ ബാഗും തുണിയുമൊക്കെ എടുത്തങ്ങ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാവരും ചേർന്ന് അയാളെ വീടിന്റെ അങ്ങ് പുറത്തേക്ക് വലിച്ചെറിയായിരുന്നു. നാഗേന്ദ്രൻ ദയനീയമായി ജലജയെ നോക്കി. താൻ അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. അവൾ സത്യം പറയുമെന്നും തന്റെ കൂടെ നിൽക്കുമെന്നൊക്കെ അയാൾ പ്രതീക്ഷിച്ചു. ജലജയെ നാഗേന്ദ്രൻ വിളിച്ചു. നീ എന്റെ കൂടെ വരുന്നോ? പക്ഷേ ജലജ മുഖം തിരിച്ചു. നാഗേന്ദ്രനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവൾ ക്രൂരമായി പറഞ്ഞു. ഇല്ല, ഞാൻ വരില്ല. ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? ഞാനും എന്റെ കുട്ടികളും ഈ സമയത്ത് നിങ്ങളുടെ കൂടെ എങ്ങോട്ടേക്ക് വരാനാ? തെറ്റ് ചെയ്തത് നിങ്ങളല്ലേ, അതിന്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിച്ചോ. ആ വാക്കുകൾ നാഗേന്ദ്രന്റെ നെഞ്ചിൽ ഒരു വെടിയുണ്ട പോലെയാണ് പതിച്ചത്. തന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് കുടുംബമെന്ന് വന്നപ്പോൾ ജലജ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അനന്തപുരി തറവാട്ടുകാരും സ്വന്തം ഭാര്യയും തന്നെ ഇതുപോലെ ഒരു നായയെ പോലെ ഇങ്ങനെ ആട്ടിയിറക്കിയിരിക്കുന്നു. അപമാനഭാരത്താലും പകയും കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടെ തന്നെ നാഗേന്ദ്രൻ അവിടെ നിന്നും അനന്തപുരിയിൽ നിന്നും പടിയിറങ്ങാണ്. ആ നടന്നിറങ്ങലിൽ വെറും ഒരു പോക്കായിരുന്നില്ല, ഒരു തിരിച്ചറിവിനുള്ള തയ്യാറെടുക്കലായിരുന്നു അത്.
തനിക്ക് നഷ്ടപ്പെട്ട മാനത്തിനും പണത്തിനും പകരമായി അനന്തപുരി തറവാടിനെ ഒന്നടങ്കം തകർക്കണമെന്ന പ്രതിജ്ഞ ആ നിമിഷം തന്നെ അയാളുടെ മനസ്സിൽ രൂപപ്പെട്ടു. ജലജയോടും അനന്തപുരി തറവാടിനോടും നാഗേന്ദ്രന് തീരാത്ത പകയായിരുന്നു. അതായിരുന്നു യഥാർത്ഥ കാരണം. സ്വന്തം മക്കളെ കരുവാക്കി അയാൾ ഈ യുദ്ധം നയിക്കുന്നത് തന്നെ വെറുതെയല്ല. ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ആദർശിന് കാര്യങ്ങളുടെ ഗൗരവം പൂർണ്ണമായും ബോധ്യപ്പെട്ടു. വലിയൊരു കൊടുങ്കാറ്റാണ് അനന്തപുരിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും കുടുംബത്തെയും അനിയെയും രക്ഷിക്കാൻ വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരുമെന്ന് അവൻ ഉറപ്പായി. പതുക്കെ തിരിഞ്ഞു നടക്കുമ്പോൾ ആദർശിന്റെ മനസ്സിൽ പുതിയ പ്ലാനുകളൊക്കെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. നാഗേന്ദ്രന്റെ പകക്ക് മുന്നിൽ അനന്തപുരി തകർന്നു വീഴാൻ അവൻ ഒരിക്കലും അനുവദിക്കില്ല. വരാനിരിക്കുന്നത് വലിയൊരു യുദ്ധം തന്നെയാണെന്ന് തനിക്കറിയാവുന്ന ഈ വലിയ രഹസ്യം എങ്ങനെ ഇപ്പോൾ മുത്തശ്ശനെയും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ തുറന്നു കാട്ടണമെന്ന ചിന്തയിലായിരുന്നു അവൻ. ആ പഴയ നമ്പറിൽ നിന്നും വാട്സപ്പിൽ വന്ന ആ ഒരു സന്ദേശം അവന്റെ കാതുകളെ വീണ്ടും മുഴക്കി. അതെ, അവന്തിക വെറും ഒരു പാവ മാത്രമാണ്. ചരട് വലിക്കുന്നതൊക്കെ ആ നാഗേന്ദ്രനാണ്. കളി ഇനി മാറാൻ പോവുകയാണ്. പത്തരമാറ്റ ശോഭയോടുകൂടെ അനന്തപുരി വീണ്ടും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആദർശിനെ ഈ സത്യങ്ങളെല്ലാം ഒരു ആയുധമാക്കിയേ തീരൂ. വരും ദിവസങ്ങളിൽ അനന്തപുരി തറവാട്ട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിഭയങ്കരമായ വെളിപ്പെടുത്തലുകൾ തന്നെയായിരിക്കും. ആദർശ് ദൃഢനിശ്ചയത്തോടെ തന്റെ കാറിലേക്ക് കയറി ആ ഒരു ആക്സിലേറ്റർ കാലമർത്തി കാറ് മുന്നോട്ട് കുതിച്ചു. സത്യത്തിലേക്കുള്ള അവന്റെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. കുറെ നാളായി മൂടി നിൽക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകൾ അറിയാൻ പോകുന്നതേയുള്ളൂ. ശത്രു ആരാണെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നാഗേന്ദ്രനും ആദർശും തമ്മിൽ. പകയും സ്നേഹവും തമ്മിലുള്ള വലിയ പോരാട്ടം തന്നെയായിരിക്കും അത്. അങ്ങനെ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.